Start 1, 2, 3. So welcome back. അങ്ങനെ നമ്മൾ മൊഡ്യൂൾ 6-ലെ 4ാമത്തെ ലെക്ചറാണ്. അപ്പോൾ ഇത് ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ലെക്ചറായിട്ട് വെച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെക്ചറാണ്. ഇവിടെ ഇതിനൊന്ന് ഞാൻ വലുതാക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മൾക്ക് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഫ്ലോട്ടും ഇപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രിങ്ങുമായിട്ട് കൈകാര്യം ചെയ്തിട്ട് സ്ട്രിങ്സും എളുപ്പമായി. പക്ഷേ പൊതുവേ പഠിതാക്കൾക്ക് ഈ ബൂളിയൻ എന്ന് പറയുമ്പം ബൂളിയന് 2 വിലയേ ഉള്ളൂ. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ആധാരം ബൂളിയൻ ആൾജിബ്രയാണ്, ട്രൂ ഫോൾസ് എന്നുള്ള കാര്യം. ഇടയ്ക്ക് ഇഫ് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു. അപ്പം ബൂളിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാൻ വിചാരിക്കുന്നത്. പിന്നെ വേറെ പ്രധാനപ്പെട്ടൊരു കീവേഡുണ്ട്. അത് പല സ്ഥലത്തും ഉപയോഗിക്കും. ഇന്നെന്ന് പറയുമ്പോൾ പല മീനിങ് തോന്നാം. അതുകൊണ്ട് ഒരു കോട്ട്സിൻ്റെ അകത്തൊക്കെ ഇടാം. ഇന്നെന്ന് പറഞ്ഞൊരു കീവേഡ്, ഇത് വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടോ ഒരു സംഭവം അതിലുണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഏറ്റവും നല്ലതൊരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഇപ്പം ബനാന എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ ഇതൊരു ചോദ്യമാണ്. ഇത് കണ്ടോ, അതിൻ്റെ കളർ കണ്ടോ, ബനാന. ഇത് പച്ച കളറായത് കണ്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്ന് വലുതാക്കാം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടെ കാണാമല്ലോ അല്ലേ, എ ഇൻ ബനാന. അപ്പോൾ എ ഇൻ ബനാന എന്നാണ്, ചോദ്യം പോലെയാണ്. അവിടെ ഈ കീവേഡ് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇൻ എന്ന് വെച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എ ബനാനയിൽ ഉണ്ടല്ലോ അല്ലേ, നമുക്ക് നോക്കാം. അപ്പോൾ അത് റൺ ചെയ്ത് നോക്കണം. ട്രൂ ആണ്, എ ബനാനയിൽ ഉണ്ട്. ഇനി നമ്മൾ എൻ നോക്കിയാലോ, ഇൻ ബനാന ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഒന്നിലേ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഉത്തരം മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യം നോക്കാം. എക്സ് ഇൻ ബനാന. എക്സ് ബനാനയിലുണ്ടോ? ഇല്ല. ഫോൾസ് വന്നു. എക്സിൻ ബനാന എന്ന് പറയുമ്പോൾ ഫോൾസ് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് വളരെ പരിചയമായി. അതുകൊണ്ട് ഇനി നമുക്ക് കാര്യങ്ങൾ നമ്മൾ സാധാരണ സൈസിൽ തന്നെ പഠിക്കാം. ഇനിയിപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ str1 2 സ്ട്രിങ് ആവാം. str1 BA, str2 BA NA NA, str1 in str2. എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ട്രൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ട്രിങ് മറ്റേ സ്ട്രിങ്ങിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരം ബനാനയ്ക്ക് പകരം ഇപ്പോൾ വേറൊരു സ്ട്രിങ്ങാണ് str1. അത് str2ലുണ്ടോ? ഇല്ല. വേറൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു അക്ഷരം തെറ്റിയാൽ പോലും അത് ഇല്ലെന്ന് പറയും. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ചെറിയൊരു മിനി എക്സസൈസ് തരാം. അത് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമാക്കുന്നില്ല. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം കേട്ടോ. ഇത് രണ്ടിൻ്റെ ഉത്തരം പറയണം. കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള ഒരു എക്സസൈസ് കൂടെ തരാം ഞാൻ.
for ch in A, B, C, D, E. അവിടെ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നൊരു ഇതാണ് പ്രിൻറ്റ് CH in മലയാളം. ഇതെന്തായിരിക്കും ഉത്തരം വരിക എന്നുള്ളത് പറയണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഞാനിവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പം നമുക്ക് ബൂളിയനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ കുറേ ഫങ്ഷൻസ് പഠിച്ചു, കുറേ മെത്തേഡ്സ് എന്ന് പറയണം കറക്റ്റായിട്ട് പറഞ്ഞാൽ. സ്ട്രിങ് മെത്തേഡ്സ് പലതും നമ്മൾ പഠിച്ചു. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സിൽ അധികവും നമുക്ക് ട്രൂ ഫോൾസ് ആയിരുന്നില്ല വരുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് പഠിച്ചു? ലോവർ, അപ്പർ, അങ്ങനെ പല മെത്തേഡ്സും പഠിച്ചു. അതൊന്ന് ക്വിക്കായിട്ടൊന്ന് റീകോൾ ചെയ്യുക നമ്മൾ പഠിച്ച മെത്തേഡ്സ്. ഇപ്പോൾ str1 നമുക്കുണ്ടല്ലോ, നമ്മൾ ഇതൊരു മെത്തേഡാണ്. ലോവർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രിങ് ആണ് കോൾ ചെയ്യേണ്ടത്. str1 ഡോട്ട് അപ്പർ. str1 ഡോട്ട് അപ്പർ എന്ന് പറയുമ്പോൾ അതായി. ഇനിയിപ്പം പിന്നെ str2 എന്താണ്? str2 എന്ന് മാത്രം എഴുതി റൺ ചെയ്ത് അത് വരും നമുക്ക് ബനാന. ഇനി str2 ഡോട്ട് അപ്പർ, അത് നമ്മൾ പഠിച്ചതാണ്, ബനാനയായിട്ട് മാറും. അപ്പോൾ ഈ ഡോട്ട് അപ്പർ, ഡോട്ട് ലോവർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിന് str3 എന്ന് വിളിക്കാൻ വേണമെങ്കിൽ str3 ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും. അതിനെ നമുക്ക് ഇനി വീണ്ടും വേണമെങ്കിൽ ലോവർ ആക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇതേപോലെ ഇവിടെ തരുന്നത് str2 ഡോട്ട് അപ്പർ എന്ന് പറയുമ്പോൾ str2ൻ്റെ അപ്പർ ഈസ് അസോസിയേറ്റഡ് വിത്ത് str2. അതിനെ മാറ്റുകയാണ്. അതിനെ ആ സ്ട്രിങ്ങിനെ എല്ലാ ക്യാരക്ടേഴ്സും അപ്പർ ആക്കുകയാണ്. അപ്പർ ആക്കിയിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന സംഭവം എന്താണ്? ഒരു സ്ട്രിങ് ആണ്. അതേ സമയത്ത് there are methods which returns ബൂളിയൻ വേരിയബിൾ. പൊതുവെ ബൂളിയൻ വേരിയബിൾ അത്ര അങ്ങ് ഇഷ്ടമില്ലാത്ത വേറൊന്നും ഉണ്ടല്ലോ, നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കാത്തതാണ്. നമ്മളിപ്പം സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഇൻറ്റിജറും ഫ്ലോട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും, പക്ഷേ ബൂളിയൻ വേരിയബിൾ അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് അതിനോടൊരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ നമുക്കിപ്പം ഒരു സ്ട്രിങ് എടുക്കാം. str3 ഈക്വൽ ടു ഹലോ. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കൊടുക്കാം. str3 ഡോട്ട് ഇസ് അപ്പർ എന്ന് പറഞ്ഞാൽ is upper is a method associated with str3, and what will it do? It will return true if str3 is all in uppercase letter, and it will return false if all characters are in lowercase letter. അപ്പോൾ ഇവിടെ എന്താണ്? str3 ഡോട്ട് is upper എന്ന് പറയുമ്പം എന്ത് വരും? അതൊരു ഫോൾസ് ആയിട്ട് വരും. നമുക്കതിന് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യിക്കാം. ഫോൾസ്. ഇനിയിപ്പോൾ നമുക്കൊരു str4 എടുക്കാം. പ്രിൻ്റ് str4 ഡോട്ട് ഇസ് അപ്പർ. അപ്പോൾ ഇസ് അപ്പർ എന്താണ്? ഇസ് എ മെത്തേഡ്, ഇറ്റ്സ് എ സ്ട്രിങ് മെത്തേഡ്. അത് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? str4 അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനോടുള്ള ചോദ്യമാണ് str4 അപ്പർ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പർ ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ആയിരിക്കും അതിൻ്റെ ഉത്തരം? ഉത്തരം വിൽ ബി ട്രൂ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ട്രൂ ആണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഗുഡ് കഴിഞ്ഞിട്ട്
പിന്നെ ഒരു അക്ഷരം അങ്ങാണ്ടും ചെറുതായിപ്പോയി എന്ന് വെച്ചോ. ഇപ്പോൾ എന്ത് വരും ഉത്തരം? നിങ്ങൾ ഗസ് ചെയ്തേ. ഫോൾസ് ആയിരിക്കും. ഇനി ഇങ്ങനെ ആയിക്കോട്ടെ, ഗുഡ് നമ്മളിങ്ങനെ എഴുതി. ഇപ്പം എന്തായിരിക്കും ഉത്തരം? ഫോൾസ് ആണ്. ഇനി പ്രിൻ്റ് str4 dot is lower. ഇപ്പം എന്തായിരിക്കും ഉത്തരം? str4 ഒന്നാമത്തെ അക്ഷരം, ഒന്നാമത്തെ ക്യാരക്ടർ ക്യാപിറ്റലാണ്, ബാക്കിയൊക്കെ സ്മോളാണ്. അപ്പോൾ ഇസ് ലോവർ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം വരുന്നത്? ഫോൾസ് ഒന്ന്. എന്താ കാരണം? ജി ക്യാപിറ്റൽ ആയതുകൊണ്ട്. അപ്പോൾ ഇസ് അപ്പർ, ഇസ് ലോവർ, ഇത് മൂന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. ഒരു സ്ട്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇസ് അപ്പർ. അപ്പോൾ എസ് ടി ആറിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അപ്പർ കേസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ട്രൂ റിട്ടേൺ ചെയ്യും. ഒരു കാര്യം കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. പിന്നെ വേറെ എന്ത് പഠിച്ചു? str ഡോട്ട് ഇസ് ലോവർ. എല്ലാ അക്ഷരവും ലോവർ ആണെങ്കിൽ ഇത് ട്രൂ തരും. നമുക്ക് വേറെ രീതിയിലും കൂടെ കാര്യങ്ങൾ ചെയ്യാം. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളെ ബൂളിയനെ നമ്മളങ്ങനെ മാറ്റി നിർത്തേണ്ട ആളല്ല. ബൂളിയൻ വേരിയബിൾ, പൊതുവെ ബൂളിയൻ വേരിയബിളിന് നമ്മൾ കൊടുക്കുന്ന പേരധികം ഫ്ലാഗ് എന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഫ്ലാഗ് str4 ഡോട്ട് ഇസ് അപ്പർ. അപ്പോൾ ഇവിടെ ഞാൻ വൃത്തിയായിട്ട് ഒന്നുകൂടെ പറയാം. str4 ഡോട്ട് ഇസ് അപ്പർ എന്ന് പറയുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇസ് അപ്പർ ഇസ് എ മെത്തേഡ് അസോസിയേറ്റഡ് വിത്ത് str4. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? str4 എല്ലാം അപ്പർ കേസ് ആണോ? ഉത്തരം എന്താണ്? ഫോൾസ് ആണ്. ഉത്തരം റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്തിട്ട് സൂക്ഷിക്കുന്ന വേരിയബിൾ എന്താണ്? ഫ്ലാഗാണ്. പ്രിൻ്റ് ഫ്ലാഗ് കൊടുക്കാം. ഫോൾസ് ആണ്. ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്ന എന്താണ്? str4 ഡോട്ട് ഇസ് ലോവർ. str4 ഡോട്ട് ഇസ് ലോവർ എന്ന് കൊടുത്ത ഉടൻ തന്നെ സംഭവിക്കുന്നത് ആ ഇസ് ലോവർ ഇസ് അസോസിയേറ്റഡ് വിത്ത് str4. അപ്പോൾ അതിൻ്റെ ഉത്തരം വന്നു. ഉത്തരം എന്താണ്? ഫോൾസ് ആണ്. ഫോൾസ് ആണ് പ്രിൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റ്. അതിന് പകരം ഇത് 2 ലൈനായിട്ടും എഴുതാം. ചില കേസിൽ നമുക്ക് ഇങ്ങനെ ഫ്ലാഗായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് ഇതും കൂടെ പറഞ്ഞത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ നിർത്താം. പ്രിൻ്റ് ടൈപ്പ് ഫ്ലാഗ്. ഇതെന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? ഞാൻ ഒരു മിനിറ്റ് പോസ് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ്, ഫ്ലാഗിൻ്റെ ടൈപ്പ് എന്താണ്? ഇറ്റ്സ് എ ബൂളിയൻ വേരിയബിൾ. ഞാൻ ചെയ്ത് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. അപ്പോൾ നമ്മളതിന് തീരാറായി. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കും. പിന്നെ എക്സസൈസ് തരും. എക്സസൈസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. സോ ദാറ്റ്സ് ഓൾ. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. ബൈ ബൈ.